What's up people, I am Nitin here. Welcome back to another brand new episode of NVlog. എന്നിലൊരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു 1.5 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു വീഡിയോ വീണ്ടും തന്നെ 2024 വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു നേരത്തെ ഞാനൊരു ബ്രേക്ക് ഇട്ടിട്ടുണ്ടായത്. കാരണം വേറെ കുറേ കാര്യങ്ങളിലായിട്ടും നമുക്ക് വീഡിയോയും നമ്മുടെ ജോലിയും എല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ബ്രേക്ക് ഇട്ടത്. പിന്നെ അത് മാത്രമല്ല, പുതിയ വെറൈറ്റീസ് ഓഫ് എന്തെങ്കിലും കണ്ടൻറ്റുകൾ തേടിയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ അന്നൊടുങ്ങി ഞാനൊരു പ്ലാൻ ഇട്ടുണ്ടായിരുന്നു, നമുക്കൊരു ട്രാവൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസിലേക്ക് കിടക്കാം, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വീഡിയോസിലേക്കൊക്കെ മാറാം എന്നുള്ള ആഗ്രഹമുണ്ട്. എനിക്കത് ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. സോ ആ രീതിക്ക് ചെയ്യണമെന്നായിരുന്നു. എപ്പോഴും നമ്മൾ ഈ ഇൻഫോർമേറ്റീവ്സ് കണ്ടൻറ്റ് കണ്ട് കുറേ പേർക്ക് ബോറടിച്ചു. ഇപ്പോൾ ജർമ്മനി ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജർമ്മനീനെ പറ്റി അറിയാവുന്ന ആൾക്കാർ മാത്രമായിരുന്നു എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി കൂടുതൽ എൻ്റർടൈൻ ആയിട്ടുള്ള കണ്ടൻറ്റുകളും അതുപോലെ തന്നെ ട്രാവൽസും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇനി മുമ്പോട്ടുള്ള നമ്മുടെ ചാനലിലുള്ള. അപ്പോൾ ഇന്നിപ്പം നമ്മൾ അതുപോലെ തന്നെ ഇന്നിപ്പോൾ സ്റ്റുട്ട്ഗാർട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ സ്റ്റുട്ട്ഗാർട്ട് പോകണം, നമ്മുടെ ഫ്രണ്ടിൻ്റെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ സ്റ്റുട്ട്ഗാർട്ട് പോകുന്ന വഴിയിലുള്ള കുറച്ച് കാര്യങ്ങളും ഇപ്പോൾ ഒന്നും പ്ലാൻഡ് അല്ല, കുറച്ച് POV വീഡിയോസ് ആയിരിക്കും ഇനി അങ്ങോട്ട്. കുറച്ച് വീഡിയോസൊക്കെ ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പോൾ വണ്ടി ഓടിക്കുന്നു, വണ്ടികൾ ഇഷ്ടപ്പെടുന്നു, പിന്നെ റോഡുകളും കാര്യങ്ങളും അങ്ങനെ അങ്ങനത്തെ കുറച്ച് കണ്ടൻറ്റുകൾ ചെയ്യാമെന്നുള്ള ആഗ്രഹങ്ങളാണ്. അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ തികച്ചും ഇങ്ങനത്തെ ഉള്ള കണ്ടൻറ്റുകളായിരിക്കും. നിങ്ങൾക്കിപ്പോൾ ജർമ്മനി അറിയണം, അല്ലെങ്കിൽ കോളേജ് യൂണിവേഴ്സിറ്റീസൊക്കെ അറിയണം, മുന്നുള്ള സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ അറിയുന്നവർക്ക് അറിയാം, നമ്മൾ അതൊക്കെയാണ് കുളിച്ചുന്നത്. അതൊക്കെ എങ്ങനെ അറിയണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെ മെൻഷൻ ചെയ്യാം. ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡീറ്റെയിൽസൊക്കെ തരാവുന്നതാണ്. പക്ഷേ ഇനിയുള്ള ചാനലുകളിൽ നമ്മൾ കൂടുതൽ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകളായിരിക്കും ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കീപ് സപ്പോർട്ടിങ് അസ്. പണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തതിൽ വീണ്ടും സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്. കാരണം നിങ്ങൾ തരുന്ന ഓരോ ഇൻസ്പിറേഷനാണ് പുതിയൊരു വീഡിയോ ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാത്തരം ഇത് കിട്ടുന്നത്. അപ്പോൾ എന്താ പറയുക, നിങ്ങളാണ് നമ്മുടെ ഇൻസ്പിറേഷൻ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ, അല്ലെങ്കിൽ ഇനിയും ഇതിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും. കാരണം ഞാനിപ്പോഴും കുറേ നാളുകൾക്ക് ശേഷം ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് എന്തെങ്ങനെ പറയണം, ഞാൻ കുറേയൊക്കെ മറന്നു എങ്ങനെയൊക്കെ പറയണം. ക്യാമറ ഫേസ് ചെയ്യാനും ചെറിയ നാണം പോലെയൊക്കെ ഒരു പരിപാടി ഉണ്ട്, എന്താണെന്നറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ എങ്ങനെയെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ വീഡിയോസിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇനി അങ്ങോട്ടുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യാനുണ്ട്. അപ്പോൾ വീഡിയോ ലെങ്തി വീഡിയോ ആണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാനിപ്പോൾ ഇൻട്രോ എടുക്കുന്നത് ഒരു ദിവസം മുമ്പാണ്. നാളെയാണ് ഞാൻ ശരിക്കും ട്രാവൽ പോകണം. അപ്പോൾ അതിക്ക് മുമ്പല്ല ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പോൾ നാളത്തെ വീഡിയോ എത്രത്തോളം ലെങ്ത് ഉണ്ടെന്ന് എനിക്കറിയില്ല പേഴ്സണലി. സോ അത് ഞാൻ ഷോർട്ടാക്കിയിട്ട് മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഇപ്പം സ്നോയാണ്, അപ്പോൾ സ്നോയിലൂടെയുള്ള കുറച്ച് കാഴ്ചകളും സ്നോയിലൂടെ ഡ്രൈവും പല ഇപ്പം നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ 2-3 സ്റ്റേറ്റ് മാറും. ഇവിടുന്ന് സ്റ്റുട്ട്ഗാർട്ട് പോകുമ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്ന റൈനൻ പലറ്റൈനാണ്, ഇവിടുന്ന് ബാഡൻ-വ്യൂർട്ടംബെർഗ് സ്റ്റേറ്റിലാണ് ഇതുള്ളത്. പക്ഷേ 2-3 സിറ്റീസ് അതിനകത്ത് ഇടയിൽ കയറുന്നുണ്ട്. ഓട്ടോബാനിലുണ്ട്, അവിടെ നിന്ന് ഗെയ്സ്ലിംഗൻ സിറ്റി, പഴയ എൻ്റെ വീട് ഇരുന്ന സ്ഥലത്തൊക്കെ ഒന്ന് പോകുന്നുണ്ട്. വീടൊക്കെ ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്ത് പുതിയ രീതിക്കൊക്കെ. അപ്പോൾ ആ വീടിൻ്റെ പരിസരവും പഴയ ഒരു ഓർമ്മ പുതുക്കൽ വീഡിയോ പോലെയൊക്കെ ആ രീതിക്ക് ചെയ്യുക. കാരണം ഞാൻ പണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതും ആ ഒരു സിറ്റിയിൽ നിന്നായിരുന്നു. അപ്പോൾ വീണ്ടും വീഡിയോ റീസ്റ്റാർട്ട് ചെയ്യുന്നതും അവിടെ നിന്ന് തന്നെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. സോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ട്രാവലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അധികം പറഞ്ഞ് വലിയ ലെങ്തിയാക്കി വീഡിയോ ഇതാക്കുന്നില്ല. നിങ്ങൾ കീപ് സപ്പോർട്ട് ചെയ്യുക, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് നേരെ റോട്ടിലുള്ള കാഴ്ചകളും കാര്യങ്ങളിലേക്കൊക്കെ പോവാം. സോ ഗൈസ്, അപ്പോൾ ഇങ്ങനെ സൂര്യനൊക്കെ പയ്യെ ഉദിച്ചു വരുന്ന ഇതാണ്. ഇപ്പോൾ ആ മൂകതയൊക്കെ കുറച്ച് മാറി കേട്ടോ. മൂകതയൊക്കെ മാറിയപ്പോഴാണ് വീഡിയോ മര്യാദക്ക് എടുക്കാമെന്നുള്ള സെറ്റപ്പിലോട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ അങ്ങനെ സ്റ്റുട്ട്ഗാർട്ടിൻ്റെ വഴിയാണ്. ഇപ്പോൾ സൈഡിൽ 2 സൈഡിലുകൾ നോക്കിയാൽ കാണാം, ലീവ്സൊക്കെ ഫുള്ള് പോയിട്ട് കംപ്ലീറ്റ്ലി വിൻ്ററിൻ്റെ വൈബാണ്. നമ്മളും അതുപോലെ അത്യാവശ്യം റോട്ടിൽ സ്നോ ചെറിയ രീതിക്കുണ്ട്, വലിയ കാര്യമായിട്ടില്ല, ചില സ്ഥലങ്ങളിലുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ കണ്ട ഇവിടെയൊക്കെ സൈൻ ബോർഡുകളെല്ലാം സ്പീഡ് ലിമിറ്റ് 120 ആക്കിയിട്ടുണ്ട് ഓട്ടോ വാൻ്റെ. ഇപ്പോൾ
120 ക്രോസ് ചെയ്ത് നിൽക്കുന്നത്. ഇങ്ങനെ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും കോഷൻസ് മുമ്പിലുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വാർണിംഗ് ബോർഡ് കിട്ടാറുണ്ട് പൊതുവെ. സോ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. രാവിലെ തന്നെ ചെറിയ ചായയൊക്കെ കുടിച്ച് പയ്യ ഒരു വൈബൊക്കെ പിടിച്ചിങ്ങനെ പോകാനായിട്ട് അടിപൊളിയാണ്. നിങ്ങൾ കാഴ്ചകൾ കാണാം. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. And guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away, as you fade away. Yeah, I'm about to fade away, 'cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay? Just let me be me and I'll stay out of your way. I can see the way you look at me, I'm such a disgrace. I never really asked to be brought into this place. You wanna love me? Well then baby have a taste. All the highs and the lows, no you'll never be the same. I don't really wanna hurt you but I can't control the pain. If you're sticking by my side maybe we could be okay. Okay, maybe you could be the change I need today. I promise that I've never felt this way. I really hope that you will choose to stay through all the pain. I know you told your friend. സൈഡിലൊക്കെ നോക്കിയാൽ അതുമേ കുറച്ച് സ്നോയുടെ ബാക്കി പത്രങ്ങൾ കാണാം. ഇന്നലെ രാത്രി വരെ സ്നോ ആയിരിക്കണം. ഇപ്പം -3 ഇപ്പം. വലിയ തണുപ്പില്ല, സൂര്യനോട് ഉദിച്ചു വരുന്നുണ്ട് അടിപൊളിയായിട്ട്. ഈ റോഡിൽ വൈറ്റ് കളർ കാണുന്നത് ഈ സ്നോയിൻ്റെ സംഭവങ്ങളാണ് കേട്ടോ. റോഡിൽ ഈ വൈറ്റ് കളർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണേ. ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് തന്നെ തിരക്ക് പൊതുവെ കുറവാണ്. പിന്നെ ഒത്തിരി ടൂറിസ്റ്റുകൾ വണ്ടികൾ, അതായത് എന്തായാലും കൊള്ളാം. After 250 meters, turn left. അങ്ങനെ നമ്മളിപ്പോൾ ഓട്ടോബാനിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ ഒരു ടൗണിലേക്ക്, അതായത് ലാൻഡ് റോഡിലേക്ക് കയറി. സൂര്യൻ്റെ വെട്ടം നന്നായിട്ട് അടിക്കുന്നുണ്ട്. 2 kilometers, turn left. ചെറിയ ചെറിയ സ്നോയൊക്കെ കാണാം കേട്ടോ. വർഷം 3 വർഷത്തിന് ശേഷമാണോ ഞാൻ വീണ്ടും, 2 വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഗൈസ്ലിംഗിലേക്ക് വീണ്ടും പോകുന്നത്. 300 meters, turn left. ആളായി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട്. Turn left. ഞാൻ എൻ്റെ പഴയ കോളേജിൻ്റെയൊക്കെ ആ സ്ട്രീറ്റിൽ കൂടെയാണ് ഈ പോകുന്നത്. ഈ കാണുന്ന സ്ട്രീറ്റിലെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളാണ്. ഞാൻ പഴയ നിന്ന വീട് കാട്ടിത്തരാം. എൻ്റെ യൂട്യൂബ് ചാനൽ നേരത്തെ കണ്ടുവരണമെങ്കിൽ അവർക്ക് കണ്ടാൽ മനസ്സിലാവും. വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല,
ചെറിയ ചെറിയ കൊച്ചു മാറ്റങ്ങളെ സംഭവിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നാലും സ്റ്റിൽ മാറ്റങ്ങളാണല്ലോ. അതാണ്ട് ഞാൻ കുറേ 3 വർഷം നിന്ന് എൻ്റെ സ്ട്രീറ്റിലേക്കുള്ള സ്ഥലമാണ് കണ്ട. മൗണ്ടൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പുറം ഇപ്പുറം. ഇതാണ് ഞങ്ങളുടെ സ്ട്രീറ്റിലേക്കാണ് വഴി. ആഫ്ഡം ഹാരി 14. ഓ മൈ ഗോഡ്, ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്കാണ് വഴി. ഈ കാണുന്നതാണ്ട വീട്. റൈറ്റ് സൈഡിൽ കാണുന്ന ഈ വെള്ള വീട്, ഇതായിരുന്നു വീട്. വീടൊക്കെ ഇപ്പോൾ മാറ്റമൊക്കെ വരുത്തിയവർ കുറേ. ഇപ്പുറത്ത് നിന്നൊരു കിടിലം വ്യൂ ഉണ്ട്. ഇവിടെ വന്നിട്ട് ചില്ല് ചെയ്യാറുള്ള സ്ഥലമുണ്ട്. ഇവിടെ നിന്നൊക്കെ ഈ റൈറ്റ് സൈഡിലൊക്കെ ആണെങ്കിൽ ആപ്പിൾ ട്രീസാണ്. ഈ സ്റ്റെയറിൽ കോളേജിലേക്ക് പോകുന്ന സ്റ്റെയർ ആയിരുന്നത്. അപ്പോൾ ഈ സ്റ്റെയറിൻ്റെ ഇവിടെ ഇരുന്നൊക്കെ ഞങ്ങൾ വൈകുന്നേരം ഈവനിങ് സ്പെൻഡ് ചെയ്യാറുള്ളത്. ഓഹ്, എല്ലാം കിടൽ നോർമലാണ്ട് അതൊക്കെ. അടിപൊളി, അതൊക്കെയാണ്. ഇനിയിപ്പോൾ ഞാൻ നേരെ അമലിൻ്റെ വീട്ടിലേക്കാണ് പോകണത്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അങ്ങോട്ടേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു 10 മിനിറ്റിനുള്ളിൽ അമലിൻ്റെ വീടിൻ്റെ അടുത്തോട്ട് എത്താറാവും കേട്ടോ. അപ്പോൾ എൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയോടെ കുറച്ചുള്ള വ്യൂസും കാര്യങ്ങളാണ് ഈ കാണുന്നത്. നല്ല രീതിക്കുള്ള ലാൻഡ്സ്കേപ്പ് വ്യൂ കാര്യങ്ങളൊക്കെ കണ്ട്. ചെറിയ സ്നോ ഇന്നലെ പെയ്തതിൻ്റെ കുറച്ച് ബാക്കി പത്രം എന്നുള്ള രീതിയിൽ പുറത്തൊക്കെ കിടക്കേണ്ടത്. ഇവിടെ നിന്ന് ഗൈസ് നോക്കി കിടിലം വ്യൂ കേട്ടോ. കിടിലം വ്യൂ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമ്മളിപ്പോൾ ഒരു കുറേ ഹെയർ പിന്നുകൾ ഇങ്ങനെ ഇറങ്ങിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹെയർ പിന്നുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കണം. ശരിക്കും പറഞ്ഞാൽ അമലിൻ്റെ അങ്ങോട്ട് പോകാനുള്ള വഴി എനിക്കൊന്ന് തെറ്റിയാണ്. പക്ഷേ വന്നെത്തിപ്പെട്ടത് കിടിലൻ ഒരു വഴിയിലാണ്. നോക്കിയേ സൈഡിലൊക്കെ കാണുന്നത് ഫുള്ള് സ്നോയിൽ ഇങ്ങനെ വീടുകളൊക്കെ ഉണ്ട് അവിടെ. ഇവിടെ നന്നായിട്ട് സ്നോ വീണിട്ടുണ്ട്. അവിടെയൊക്കെ നന്നായിട്ട് സ്നോ വീണിട്ടുണ്ട്. കിടിലൊരു ഹെയർ പിൻ കേട്ടോ. സൈഡിലെ വീടുകളൊക്കെ കണ്ടോ. എന്നെ സംഭവിച്ച് ഇപ്പം ഈ കേസിൽ ഇങ്ങനെ ഇപ്പം ഞാൻ വന്നേക്കണം നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളി സ്ഥലമാണ്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമായിരുന്നേ. നമുക്ക് എപ്പോഴും എന്താ പറയുക, ഭയങ്കര വൈബ്, നല്ല അറ്റ്മോസ്ഫിയേഴ്സും എല്ലാം നന്നാക്കുന്ന, നല്ല ഗുഡ് വൈബ്സ്, ഗുഡ് മെമ്മറീസ് നന്നാക്കുന്ന ഒരു പ്ലേസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിലിംഗ് സിറ്റിയാണ്. ഞാൻ എൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇന്ന് വ്ളോഗ് എടുക്കുന്ന സമയത്തും എനിക്ക് ഇവിടെ വന്നിട്ട് എടുത്താൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ദൈവം സഹായിച്ചത് സാധിക്കാൻ പറ്റി. പിന്നെ അപ്പോൾ ഇത് നിങ്ങളെ കുറച്ച് റോഡിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റുന്നുള്ളൊരു സംഭവത്തിലാണ് ഇന്നത്തെ വീഡിയോ എടുത്തത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് ഇങ്ങനത്തെ കുറച്ച് POV വീഡിയോസും കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് ഞാൻ വെറുതെ ഏറ്റവും തൊടാതെ കുറേ എടുത്ത വീഡിയോസും കാര്യങ്ങളാണ്. ബാക്കി നമുക്ക് എങ്ങനെയൊക്കെയാണ് ഇനിയുള്ള വീഡിയോസ് എടുക്കാൻ പോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി അതിൻ്റേതായ രീതിക്കൊക്കെ പോകട്ടോ. ഓക്കെ.